ഒരു പ്ലാനും ഇല്ല. എടാ നല്ല പൂരി ഇരിക്കുന്നു. ചത്താലും കുഴപ്പമില്ല. അത് കണ്ട് എഴുതി സൈൻ ഇടാൻ പോയി. ഞങ്ങൾ ഇറങ്ങുക. എങ്ങോട്ടാ? അവിടെ വണ്ടിയൊക്കെ വന്നു. ഞങ്ങളിവിടെ എന്തെങ്കിലും എടുക്കാനുണ്ടോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. ഗ്യാസ് ഓഫ് ചെയ്തു, ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തു. ഗ്യാസ് ഓഫ്, AC, ഫാന്. ബൈ. സീറ്റ് ബെൽറ്റ് ഇടണം. സീറ്റ് ബെൽറ്റ് ഇടാതാരും വണ്ടി ഓടിക്കരുത്. വണ്ടി കയറില്ല. ഓക്കെ. നമ്മളെത്തി. ബാൻഡ്ര ടു ഹരിദ്വാർ എക്സ്പ്രസ്. ഇത് ഇവിടുന്ന് തന്നെ നിറയുന്ന ട്രെയിനാണെന്ന് തോന്നുന്നു കേട്ടോ. ആണോ? പിന്നെ ആണ്ട് നോക്കി നിറച്ചാണോ നീ ഇതിനകത്ത് ഇവിടെ നാളെ കയറാൻ. നമുക്ക് വെള്ളം മേടിക്കണം. 50 വാങ്ങിച്ചിട്ടാ. 4 ഉപ്പ വാങ്ങിച്ചാൽ പോരെ. Day 1 of the Uttarakhand trip. Yes, day 1. ഇനി നമ്മൾ എത്ര ദിവസം കാണും നമുക്ക് പോലും അറിയാം. നമുക്ക് തുടങ്ങിയതേ അറിയത്തുള്ളൂ, എപ്പോഴാണ് തീരുന്നതേ അറിയത്തില്ല. അയ്യോ 4 ട്രിപ്പാണ്. പദ്വി തന്നെ എന്തോ ചെയ്യുന്നു അവിടെ. ഹെഡ്ഫോൺ ഇരിക്കും. തിരിഞ്ഞു നിന്നേജോ. താണ്ട് പദ്വി സ്വച്ഛ് ഭാരത് മിഷനെ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും. വേസ്റ്റ് അവിടെ എവിടെയും കളയല്ലേ. ഓ ഇത് രണ്ടോ ഞങ്ങളുടെ സീറ്റ്. ഇത് നമ്മുടെ ട്രെയിൻ തുള്ളിയിരിക്കുന്നു. ട്രെയിൻ തുള്ളിയെന്നോ എന്തോ ആണ് കേട്ടിട്ടില്ലത്? ഇല്ല. ട്രെയിൻ തുള്ളുക എന്നൊരു പദമുണ്ട്. എത്ര തവണ? മാസത്തിൽ 1 തവണ പോലും കഴിവെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ നല്ല ഫ്രഷായിട്ട് കഴുകുന്ന സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ കഴിവ് ഉപയോഗിക്കുന്നല്ലേ. ഈ പാക്കറ്റ് വെച്ചതൊന്നും കഴിക്കാനൊന്നുമില്ലല്ലോ. അത് കിട്ടിയായിരുന്നോ? അറിയത്തില്ല. അത് കിട്ടിയെങ്കിൽ എൻ്റെ തല ഇടിച്ചയാണ് ആ ശബ്ദം. ഓ അവിടെ 2 കുട്ടന്മാർ എടുക്കുന്നതൊക്കെ നോക്കി വേണം കേട്ടോ. തന്നെന്നുള്ള വന്ന് എന്നതാണ് ഈ പറയുന്നത്. ആ കൊച്ചിൻ്റെ ഫോട്ടോ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ അടികൊള്ളാൻ പോയി. ഇനിയും ഉറങ്ങി എണ്ണീട്ട് നാളെ കാണാമല്ലോ. അല്ലെങ്കിൽ 32 മണിക്കൂറിന് ശേഷം ഹരിദ്വാർ എത്തിയിട്ട് കാണാം. ഹായ് ഗൈസ്, 32 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങളെത്തി. 32 മണിക്കൂർ ഹരിദ്വാർ എത്തി. ലെറ്റ്സ് ഗോ. 32 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. ശരിക്കും ഒരൊറ്റ കിടപ്പായിരുന്നു. ഇവിടാണെ ഇപ്പം എല്ലാവരും ഇറങ്ങി. ഇനി ഞങ്ങൾ വിചാരിച്ചു ഇവിടുന്ന് തന്നെ ഒന്ന് ബ്രഷൊക്കെ ചെയ്തിട്ട് പോകാമെന്ന്. ഈ ട്രെയിൻ ഇവിടെ കാണും കുറേ നേരം. ഇത് തന്നെ തോന്നുന്നു ഉച്ച കഴിഞ്ഞ് തിരിച്ചു പോകുന്നു മുംബൈക്ക്. സോ ലെറ്റ്സ് ഗോ. ഡൺ. ഐശ്വര്യമായിട്ട് ഞങ്ങളുടെ ഇനി എങ്ങോട്ടാണ് ഇവിടെ കുറെ ഒരു വലിയ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം അറിയാം. ഒരു പ്ലാനും ഇല്ല. കുറെ സ്ഥലങ്ങളെ പേരറിയാം. അങ്ങനെ നമ്മൾ ഈ ട്രിപ്പ് തുടങ്ങാൻ പോകുന്നത്. ഇവിടുത്തെ ആൾക്കാർ ഹിന്ദി സംസാരിക്കുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. അവർ മറാഠി സംസാരിക്കും. ഹോപ്പ്ഫുള്ളി എല്ലാം നല്ല രീതിയിൽ പോകുമെന്നുള്ളൊരു ഒറ്റ ഇതിൽ പോവാം. അതാ ഇതിനെ ഏറ്റവും പൊളിയാക്കുന്നത് ഈ ട്രിപ്പിന്. ഒരു പ്ലാനും ഇല്ല. എല്ലാം ഇതാണ് വീക്കെൻഡിലെ ഹരിദ്വാറിലെ തിരക്ക്. നമുക്ക് പക്ഷെ വലിയ തിരക്കൊന്നും തോന്നുന്നില്ല. പക്ഷേ നല്ല തിരക്കുണ്ട്. എല്ലാരും ഇവിടുത്തെ ആൾക്കാരല്ലേ കാണാൻ വന്നവരാണ് കണ്ടാൽ. കൂടുതലും ഡൽഹിയിൽ നിന്നൊക്കെ ഉള്ളവരായിരിക്കും. അവർക്ക് 6 മണിക്കൂർ എടുത്ത് ഇങ്ങോട്ട് വന്നാൽ പോയി. എല്ലാവരും മറ്റേ ട്രെക്കിംഗ് ബാക്ക് പാക്കിംഗ് ബാഗ്സുമായിട്ട് ഇറങ്ങി. ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഋഷികേശിൽ റിവർ റാഫ്റ്റിംഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഋഷികേശിൽ ഇപ്പം ഇന്ന് സാറ്റർഡേ അല്ലേ? വീക്കെൻഡ് സാറ്റർഡേ വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾ കരുതി ഇച്ചിരി കാമായിട്ടുള്ള സ്ഥലത്ത് ആദ്യം പോയിട്ട്
പിന്നെ വീക്ക് ഡേയിൽ വന്ന് ഋഷികേശ് സ്പെൻഡ് ചെയ്യാം. കാരണം തിരിച്ച് ഏതായാലും ഈ ഭാഗത്തോട്ട് വരണം ട്രെയിൻ എടുക്കുക. നമ്മൾ നോർത്ത് ഇന്ത്യയിലെത്തി. എടാ നല്ല പൂരി ഇരിക്കുന്നു. എടാ എൻ്റെ ഫസ്റ്റ് ടൈമാ നോർത്ത് ഇന്ത്യ. ഇനി എന്തോരം നോർത്ത് ഇന്ത്യ പിടിക്കാനുള്ളതാണ്. ഇവിടുത്തെ ഓട്ടോ അല്ലേ ഇത്, മറ്റേ തായ്ലൻഡിലൊക്കെ ടുക്ക് എന്ന സാധനമില്ല, അതുപോലത്തെ സാധനം. സൈക്കിളേറൊക്കെ ഇവിടെ ഡെവലപ്മെന്റ് ഒന്നും ഇല്ലടാ, ഇപ്പോഴും മറ്റേ സൈക്കിളേറാണോ? നല്ല കാര്യം, അത്രയും കാശ് കുറവ് കൊടുത്താൽ ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. ഇവിടെ ആരോടാ ചോദിക്കുന്നത്? ഈ പുള്ളിയോട് ചോദിക്കട്ടെ. ആ പുള്ളിയോട് മോൻ ചോദിച്ചു, भैया जोशीमठ के लिए बस है क्या? जोशीमठ के लिए तो निकल गई होगी, आप प्राइवेट देखो उधर लगी होगी। इधर से नहीं मिलेगा? इधर से सुबह निकल जाती हो 3:15 AM 5 AM जो 7:45 ആണോ? 7:45 ആണോ ലാസ്റ്റ്? प्राइवेट भी उन्होंने അങ്ങനെ പറഞ്ഞു. जोशीमठ के लिए प्राइवेट गाड़ी है क्या? आएगा इधर? नहीं है, आज नहीं मिलेगा. ഞങ്ങൾക്ക് ബസ് കിട്ടത്തില്ലെന്ന് ആയാലും മനസ്സിലായി, അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴി, അങ്ങോട്ട് പോകുന്ന വഴി, നടന്നു പോകുന്ന വഴിക്കുണ്ടല്ലോ അവിടെ കുറേ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ പോകുന്ന വഴിക്ക് നല്ലൊരു ചോട്ടിവാലയിലോട്ട് നമുക്ക് പോകാം. പോകുന്ന വഴിക്ക് വേറെ നല്ല കാണുവാണെങ്കിൽ അവിടെ കയറാം. എന്തിനാ ഒത്തിരി നടക്കും? പോകുന്ന വഴി താണ്ട് പവിത്ര എന്ന് പറഞ്ഞൊരു കട ഉണ്ട്, അത് കയറി കഴിക്കാൻ. അണ്ണ നമ്മളെ കയറ്റാൻ റെഡിയായിരുന്നു അല്ലടാ. ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ തുടങ്ങാം. ചോലെ ഭട്ടൂര മേടിക്കാം. നമ്മൾ ട്രെയിനിൽ വെച്ചൊന്നും കഴിച്ചില്ല. 33 hours ഒന്നും കഴിച്ചില്ല. ചുമ്മാ ഇരിക്കുകയായിരുന്നു. വെള്ളം കുടിച്ചു, 2 കുപ്പി വെള്ളം കുടിച്ചു രണ്ടുപേരും. നമുക്ക് നല്ല രീതിയിൽ കഴിച്ചിട്ട് തുടങ്ങാം. ഇനി ഫുഡ് വരട്ടെ. നല്ല ചൂട് ഭട്ടൂര, ചൂടുപോലത്തെ പൂരി, നല്ല സോഫ്റ്റ് കടല. അടിപൊളി. വിശന്നിരിക്കുന്നുകൊണ്ടാണോ അറിയത്തില്ല, നല്ല ടേസ്റ്റ്. ആ കറി ഉണ്ടല്ലോ മോനെ. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി, റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനിയും ഋഷികേശിലോട്ട് പോകാനുള്ള നോക്കണം. ഈ ബ്ലൂ ഓട്ടോ എന്നല്ലേ പറഞ്ഞത്? ആ താങ്ക് യു. ऋषिकेश शिवपुरी नहीं, त्रिवेणी घाट छोड़ेंगे, 100 रुपये सवारी है। कितना टाइम लगेगा इधर से? लग जाएगा 1 घंटा लग जाएगा। 1 घंटा. कितने लोग बैठेंगे? 10 नंबर बैठे हैं, आप दोनों आगे बैठ जाओ. हम दोनों आगे बैठ. हाँ तो अच्छा है. ആ ഓക്കെ, എന്നാൽ അങ്ങനെ. നമ്മളാണ് ഇന്നത്തെ കോപ്പ് പൈലറ്റ്. ഓക്കെ, അണ്ണനിടയ്ക്ക് നമുക്ക് ഗിയറൊക്കെ ഇട്ട് കൊടുക്കുക. അണ്ണൻ്റെ പാസഞ്ചർ പ്രിൻസസ് ആയിരിക്കും ഞങ്ങൾ. ബാക്ക് അങ്ങനെ കൊച്ചിറക്കനെ ആ തെരുവ് വിളിച്ച്. എന്താ നോർത്ത് ഇന്ത്യ അല്ലെങ്കിലും ശരിയാണ്. നമ്മൾ സാൻഡ്വിച്ച് ആവും അണ്ണൻ്റെ വട്ടത്. അദ്വൈത് സാൻഡ്വിച്ച് ആയിരുന്നു നമ്മൾ കഴിക്കാൻ പോകുന്നത്. ടേസ്റ്റി ആയിരിക്കും. ഞാനും കൂടെ ഒന്ന് കയറി ഇരുന്ന് നോക്കട്ടെ. ആ അല്ലേ, 10 പേരായി ഓട്ടോയിൽ. 10 പേര്. ഇങ്ങേ സൈഡിൽ 4, അങ്ങേ സൈഡിൽ 4. എണ്ണം താണ്ടി ഇവിടെ, ഗിയർ താണ്ടി ഇവിടെ, കാലിൻ്റെ ഇടയിൽ ഗിയർ. അതൊന്നുകൂടെ കാണിച്ച് കറക്റ്റ് ഗിയർ മാറിയാൽ മതി. ഇത് കഴിയേ. വീക്കെൻഡ് അനുസരിച്ച് ഇവിടെ എല്ലാത്തിനും പൈസ കൂടും. തിരക്ക് കൂടുന്നതനുസരിച്ച് പൈസ കൂടും. ഞങ്ങളൊരു സന്ദീപ് അണ്ണൻ്റെ കൂടെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ സന്ദീപ് അണ്ണൻ. അവിടെ ദാണ്ട നമ്മൾ അതാണോ? ശരിയാ കേട്ടോ. തന്നെ പറഞ്ഞാൽ മതി. ഋഷികേശ് ഇനിയും 14 കിലോമീറ്റർ ഓടും. ഒത്തിരി ലേറ്റ് ഒന്നും ആയില്ല, പെട്ടെന്നാണ് വണ്ടി കിട്ടും. ടാക്സി
ടാക്സിക്കാരെക്കാട്ടി പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് എത്തിക്കും, ഇടയിൽ കൂടെ പോവുകയും ചെയ്യും. ആദ്യമായിട്ട് വരുന്നവരൊന്നും ടാക്സിയിൽ പോകുന്ന എളുപ്പം അതാ ഇച്ചിരി കാശ് കൂടുതലെടുത്ത് കംഫർട്ടബിളായിട്ട് അതേ പോകാമെന്നൊക്കെ കരുതും. പക്ഷെ ശരിക്കും ഞങ്ങൾ നോക്കിയിട്ട് ഇതാ കംഫർട്ടബിളും ഇതാ സസ്റ്റൈൻ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ സ്പെഷ്യൽ സീറ്റിങ്ങും കൂടെ കിട്ടിയോണ്ടായിരിക്കും പുറകിൽ ചിലപ്പോൾ ഇച്ചുകൂടെ കൺജസ്റ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ 100 രൂപയ്ക്ക് നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് വരാൻ നോക്കുന്നതെങ്കിൽ ഇതാ ബെസ്റ്റ് ഓപ്ഷൻ. ടാക്സിയുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്, ഇത് കുറേ ഓട്ടോ ഉണ്ട്. ഇതുപോലെ ഇഷ്ടംപോലെ. ഈ പുള്ളിയുടെ നമ്പറും വേണം നമുക്ക് ഡിസ്ക്രിപ്ഷനിലായി കൊടുക്കാം. നമ്മൾ ചെയ്ത പോലെ തന്നെ ഉത്തരാഖണ്ഡ് ഫുൾ നിങ്ങൾക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും തരാം. ഓക്കെ, ഞങ്ങളിവിടെ എത്തി. അണ്ണനോട് വിട പറയുക. 160 രൂപയായി 2 പേർക്കും കൂടെ. 80. ഈ അണ്ണൻ 5 കൊല്ലം എറണാകുളത്തുണ്ടായിരുന്നു. ഞങ്ങളിനിയും വേറെ സ്ഥലത്ത് പോവുക. അവിടുന്ന് പിന്നെയും 2 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് ഡയറക്റ്റ് വണ്ടി അങ്ങോട്ട് പോകത്തില്ല. അപ്പം ഞങ്ങൾ ഷെയറിംഗ് ടാക്സി 5 പേരൂടെ എടുത്തു. ഇനി അവിടുന്ന് പിന്നെ 2 കിലോമീറ്റർ പോകണം തപ്പോവാൻ. എല്ലാവരും തപ്പോവാൻ നോക്കാം. അപ്പം നാം क्या सीसरा आपका सीमा ഞങ്ങളുടെ ട്രാവൽ ബഡീസാണ്. ഓക്കെ, ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് നോക്കണം ആരുടെ കൂടെ റാഫ്റ്റിംഗ് ചെയ്യുന്നതെന്ന്. ആരോൺ ബായി വിളിക്കും. അറിയത്തില്ല. ഞങ്ങൾ UK എത്തിയ കാര്യം ആർക്കും അറിയത്തില്ല. UK ഞങ്ങൾ ഇവിടുന്ന് വണ്ടിയൊന്നും കിട്ടാതെ ലാസ്റ്റ് റാപ്പിഡ് ചെയ്തു. 2 സ്കൂട്ടി സപ്ലൈ. കോൺഷ്യസ് ആണ്. ഇനി ഇവിടുന്ന് 3 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ ഭയങ്കര തിരക്കാ, വണ്ടിയൊന്നും കിട്ടതുമില്ല. വീക്കെൻഡ് ആയതുകൊണ്ടാണ് റോഡിലും ഭയങ്കര തിരക്കാണ്. എത്ര ഫാമിലീസാണ് പോകുന്നതാണ്. അവനിപ്പോൾ ബൈക്ക് കിട്ടിയോ ആവോ. പെട്ടെന്ന് എത്താൻ വേണ്ടി റാപ്പിഡോ എടുത്തതാ. ഇങ്ങനെ കൊല്ലുമെന്ന് തോന്നുന്നു. 1 വേ പോലെ വണ്ടി ഓടിക്കുന്ന 2 സൈഡിൽ കൂടെ വണ്ടി അങ്ങ് പോകും. താങ്ക് യു. എടാ അതല്ലേ ഞങ്ങൾ ഇത്ര തേടി നടന്ന ഗ്ലേഷ്യറുകാരെത്തി. ഞാൻ കോൾ ചെയ്യാം തോന്നോ. ഓക്കെ, ഇവിടെ ചേഞ്ചിങ് ഞാൻ ക്യാമറ ഓഫ് ചെയ്യും. നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് വരാം. എടുക്കുമ്പോൾ ഇറങ്ങി. ഇതാ ഞങ്ങളുടെ വണ്ടി. വേറെ അണ്ണന്മാരുണ്ട്. കുറച്ച് പേരുണ്ട് എല്ലാരും കൂടെ ഡ്രാഫ്റ്റിംഗ് UP കേരള കൊളാബാണ്. അതെ, UP കേരള കൊളാബ്. ഒരു കാണാൻ തന്നെ എന്ത് രസമാണ്. കൊതിയാവുന്നു. എനിക്ക് ആ വെള്ളം എടുത്ത് കുടിക്കാൻ തോന്നണം. കുടിക്കാനോ? ഈ വെള്ളത്തിലായിരിക്കും നമ്മൾ റാഫ്റ്റിംഗ് ചെയ്യാൻ. എടാ, ഇങ്ങനെ നോക്കുമ്പോൾ വേറെ ഏതോ ഒരു രാജ്യത്തെ ലാൻഡ്സ്കേപ്പ് പോകുന്നു. നല്ല വെയിലാണ് കേട്ടോ. തിരിച്ചു വരുമ്പം രൂപമൊക്കെ മാറും നമ്മുടെ. അതുപോലത്തെ വെയിൽ. ഇവിടെ ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്യണം. ചത്താലും കുഴപ്പമില്ലാന്ന് അദ്ദേഹം കണ്ട് എഴുതി സൈൻ ഇടാൻ പോകുന്നു. എടാ, നാണുണ്ടാ വീട്ടുകാർ ഇത്രയും വളർത്തി വലുതാക്കിയ ചാവാനാണോ? വീട്ടുകാരോട് പറഞ്ഞിട്ടാണോ വീട്ടുകാർ ഇത്രയും വളർത്തി വലുതാക്കിയല്ലേ? അത് വേറെ കാര്യം. ഈ ലാൻഡ്സ്കേപ്പ് ഉണ്ടല്ലോ, ഇറ്റ് ഇസ് ഡൈ ഫോർ. എങ്ങനെയാണ് ആൾക്കാർ ഇവിടെ ചപ്പും ചവറും ഒക്കെ ഇടുന്നത്? ചപ്പും ചവറും ഒന്നും ഇല്ലല്ലോ. ഇവിടൊക്കെ കണ്ടില്ലേ? ഇവിടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ വെള്ളം ഇറ്റ് ലുക്സ് ക്ലീൻ എന്നാണോ പറയുന്നത്. ഞങ്ങളെ റെഡി ആക്കാൻ വിളിക്കുന്നു. ഞങ്ങൾ പോയി റെഡി ആവട്ടെ. ഓക്കെ, ബൈ. അങ്ങനൊന്നും ചാവത്തില്ല. പിന്നെ കേരളത്തിൽ വളർന്ന പിള്ളേർ മഹാപ്രളയം കണ്ടവരാ ഞങ്ങൾ. ഇനി ചത്ത ഉണ്ടല്ലോ ഓറാനോ. ശരിക്കും ഇനി ചത്ത പറയാം.
इसके बाद एक और मेजर रैपिड आएगा फॉरवर्ड चलो बाहर की ओर बैठ के आवाज मत करो चलो नेक्स्ट सेकंड फास्ट पीछे लेटो चलो 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 शाबाश चले व्यू ഉണ്ടല്ലോ ഇവിടെ പീछे പടോ ആൾക്കാർ പോകുന്നുണ്ടോ എനിക്ക് ഈ വ്യൂ കണ്ടിട്ട് കരച്ചിൽ ഇത് എന്തുവാണ് ഇത് എടാ നമ്മുടെ സ്പ്രേ പെയിന്റ് എടുത്തിരുന്നു നമ്മളല്ലേ ഈ വ്യൂ ഉണ്ടല്ലോ ഈ വ്യൂ കണ്ടാൽ നമുക്ക് കരച്ചിൽ വരും അതുപോലത്തെ വ്യൂ ആണ് വെള്ളം എല്ലാം കൂടി ഇങ്ങനെ മുഖത്ത് വന്ന് അടിച്ച് നല്ല നല്ല പ്യുവർ വെള്ളം നല്ല വെള്ളം ഒരു ഒരു അഴുക്ക് ഫീൽ തോന്നിയില്ല ശരിക്കും ആ ആൾക്കാരവിടെ പോകുന്നുണ്ടോ ഇനി നമുക്ക് അവിടെ സാധനമൊക്കെ വെച്ച ഓഫീസുണ്ട് അങ്ങോട്ട് പോകണം ഇനി ഞങ്ങളൊരു പിക്കപ്പിന്റെ ബാക്കിലിരിക്കും ഇങ്ങനെ തുലിഞ്ഞ് പോവാം കേൾക്കാവോ ആർക്കറിയാം നല്ല രസമുണ്ട് കുലുങ്ങി 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 അതിനൊപ്പം കുലുങ്ങി കുലുങ്ങി ഇതിന് രസം ആ വെള്ളത്തിൽ കിടന്ന് കുലുങ്ങാനായിരുന്നു അതെന്തൊരു കുലുക്കോ അതല്ലേ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒന്ന് അടിച്ച് ടിപ്പ് ചെയ്തോണ്ടല്ലോ മോനെ സംതിങ് ശരിക്കും എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഋഷികേശ് റിവർ റാഫ്റ്റിംഗ് ബ്യൂട്ടിഫുൾ പക്ഷേ ഉണ്ടല്ലോ റാഫ്റ്റിംഗ് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് 16 കിലോമീറ്റർ എടുക്കാൻ നോക്കണം പിന്നെ അവിടെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ വേവ്സ് ഒന്നും കണ്ട് പേടിക്കില്ല ഫുള്ള് ഡീപ്പ് ഡൗൺ അത് എടുക്കണം ഇങ്ങനെ ആ വ്യൂസും ആ വെള്ളം എല്ലാം അടിച്ച് കയറണം 16 കിലോമീറ്റർ താഴെ ആരും ചെയ്യല്ല ഞങ്ങൾക്ക് അത്ര പറയാനുള്ളൂ യു വിൽ മിസ് ഇറ്റ് പോളിസാണ് ഇവിടെ ചേട്ടന്മാർ ചോദിക്കും എങ്ങനെയായിരുന്നു തെറിച്ചൊന്നും പോകത്തില്ലല്ലോ ഞങ്ങളുടെ ഓഫീസ് എത്തി എനിക്ക് പോയി ബാഗ് എടുത്ത് എനിക്ക് വയ്യളാ അതിനകത്താണ് നമ്മുടെ ഡ്രസ്സും ബാഗും എല്ലാം അതിനകത്തായിരുന്നു പിന്നെ ചെന്ന് നോക്കുമ്പോൾ അതിനകത്തുണ്ടെങ്കിൽ നോക്കണം ഞങ്ങൾ ഇത്ര നേരം ചാർജ് ഒക്കെ ചെയ്ത സ്ഥലം ചെയ്ത് കുറച്ചു നേരം അവിടെ നിന്ന് റിലാക്സ് ചെയ്തു റെസ്റ്റ് ചെയ്തു. അതെ ഞങ്ങളെ റാഫ്റ്റിങ്ങിന് കൊണ്ടുപോയ അണ്ണന്മാരുടെ ഓഫീസ്. ഇനി ഞങ്ങൾ പയ്യെ ഇറങ്ങുക അടുത്ത സ്ഥലത്തിലേക്ക്. എങ്ങോട്ടാന്ന് ചോദിക്കരുത്, ഞങ്ങൾക്ക് അറിയത്തില്ല. അതെ ഞങ്ങൾ ഇതുവരെ തീരുമാനിച്ചില്ല എങ്ങോട്ടാണ്, നോക്കാം. ഗയ്സ് വെള്ളച്ചാട്ടം കാണാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്തൊന്ന് ബൈ പറഞ്ഞ് ഇറങ്ങിയന്മാരാ. അതുകൊണ്ട് ബർഗർ കിങ്ങിനകത്തിരി കണ്ടില്ല. ഞങ്ങളെങ്ങോട്ടോ നടന്നുകൊണ്ടിരിക്കുന്നു. ഭയങ്കര ട്രാഫിക്.
അവിടേക്ക് ഏതായാലും മസാജ് എല്ലാം ചെയ്താൽ ആ മസാജ് ചെയ്യാം. ഹാപ്പി എൻഡിങ്ങും കാണും. വേണോ? നിനക്ക് ഹാപ്പി എൻഡിങ് മതിയല്ലോ. ആ എന്നാ വാ കയറാം. ഐ എം ഡൗൺ. ഇങ്ങനെ പോയാൽ നമ്മൾ പാരാഗ്ലൈഡിങ് ഏതെങ്കിലും ഹാപ്പി എൻഡിങ് സ്പായിലുണ്ടല്ലോ വർക്ക് ചെയ്യേണ്ടി വരുമെന്ന്.